വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ് പറയാറുള്ളതെങ്കിലും ആ വിനാശകാലത്തിനോടൊപ്പം വികാരകാലേ വിനാശബുദ്ധി എന്നുകൂടി പറയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഓർത്തുപോയത് അക്കരപ്പച്ച തേടി മോഹിക്കുന്നത് നഷ്ടപ്പെട്ടപ്പോൾ കാത്തിരിക്കാനാവാതെ ചാടിപ്പോയി പലതും അഭിനയിച്ചും പറഞ്ഞും ഒക്കെ തീർത്ത ചിലരൊക്കെ നിശബ്ദമാണെങ്കിൽ മറ്റ് ചില കോമാളി വേഷങ്ങൾ കെട്ടിയവരെ കുറിച്ചുകൂടി ഈ ഇലക്ഷൻ ആവുമ്പോൾ ഓർത്തു പോകുന്നത് സ്വാഭാവികമാണ്. നിങ്ങളങ്ങനെ എത്ര പേരെ ഓർത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓർത്തുപോയി. ലതിക സുഭാഷ്, സരിൻ, അനിൽകുമാർ, PS പ്രശാന്ത്, അനിൽ ആൻ്റണി. ആലോചിച്ച് നോക്കൂ. ഇവരെല്ലാവരും അവരാഗ്രഹിച്ച സമയത്ത് ആഗ്രഹിക്കുന്നത് കിട്ടാത്തതുകൊണ്ട് അല്പം പോലും കാത്തിരിക്കാനാവാതെ ആടിക്കളിക്കുന്നതിന് പിന്നാലെ ചാടിപ്പോയവരാണ്. എന്തായി? വ്യക്തിപരമായി പോയവർക്കാർക്കും യാതൊരു വിധമായ മനോസുഖവും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രണയം പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ജീവിതപാദങ്ങളിലൊക്കെ കടന്നുപോയ വികാരങ്ങൾ, ചിന്തകൾ, പ്രത്യയശാസ്ത്രപരമായ ഇഷ്ടങ്ങളൊക്കെയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവസാന ശ്വാസം വരെ. ഒരു തർക്കവുമില്ല. ഇപ്പോൾ അനിൽ ആൻ്റണി എന്ന് പറയുന്ന ആൾ അപ്പുറത്തെ പാളയത്തിൽ പോയിരുന്ന് മോഡിജി ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ ലീഡർ ആൻഡ് ഗ്ലോബൽ ഇന്ത്യ ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാലും ഗർഭാവസ്ഥയിൽ മുതൽ ബീജത്തുള്ളികളിൽ പോലും അയാൾ കേട്ടിട്ടുണ്ടാവുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരിക്കും. കാരണം AK ആൻ്റണിയുടെ മകനാണ്. പിന്നെ മറ്റൊന്ന് ലതിക സുഭാഷ്, കോട്ടയത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ്റെ ഓർമ്മകൾ ചേർത്ത് വെക്കുന്ന ഒരുപാട് ചിന്തകൾ, ഒരുപാട് ഇടപെടലുകൾ, ഒരുപാട് ഓർമ്മകൾ അവരുടെ ജീവരക്തത്തിലാകെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രശാന്ത് അതുപോലെ തന്നെ കയറി വന്ന വളരെ സ്വീകാര്യനായ ഒരു ചെറുപ്പക്കാരനായ ആളായിരുന്നു പ്രശാന്ത്. അദ്ദേഹം ചാടിപ്പോയി അപ്പുറത്ത് എന്ന് ഒരു ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടി എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഓർക്കപ്പെടാത്ത പേരുകളിലൊന്നായി അദ്ദേഹത്തിൻ്റെ മാറിയില്ലേ. ഇനിയും അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുമായി വരുന്ന ഈ സമീപ ഭാവി കാലം എന്തെല്ലാം ചർച്ച ചെയ്യാനിരിക്കുന്നു, എന്തെല്ലാം കേൾക്കാനിരിക്കുന്നു, എത്ര തവണ ചോദ്യം ചെയ്യപ്പെടാനിരിക്കുന്നു. എന്ത് നേടി? ഒന്നും നേടിയില്ല. അതുപോലെയായിരുന്നു സംഘടനാ ചുമതലയുള്ള KP അനിൽകുമാർ. അദ്ദേഹവും ഇതിലൊരു ഹതഭാഗ്യനായിരുന്നു. പലയിടങ്ങളിലും മത്സരിച്ചിട്ടും ജയിച്ചില്ലെങ്കിലും സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറിയായി ഇരുന്ന ശേഷം പിന്നെ ഒറ്റ ചാട്ടമാണ്. കിട്ടി അദ്ദേഹത്തിനും എന്തോ ഒരു ചെയർമാൻ സ്ഥാനം. എന്തായി അതിനപ്പുറത്ത്? ഒരു ചുക്കുമായില്ല. ഏറ്റവും ഒടുവിലാണ് പാലക്കാട് നിന്ന് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ചാടിപ്പോയ സരിൻ. എന്തൊക്കെയായിരുന്നു അഭ്യാസങ്ങൾ, അപ്പുറത്ത് പോയിരുന്ന് പറഞ്ഞതൊക്കെയും ആക്ഷേപിക്കലുകളൊക്കെ. സത്യത്തിൽ ഇനി പാർട്ടി മാറിപ്പോയി ഒന്നിനുമല്ലാതെ തന്നെ വേദനിപ്പിച്ചവരോടില്ല എന്ന പേരിൽ ഒരു നിലപാട് കൊണ്ട് മാറിപ്പോയാൽ പിന്നെ മനസ്സിലാക്കാം. മറിച്ച് കയറി ചെന്നെടുത്ത് എല്ലാ കോമാളി വേഷവും കെട്ടി അത്രയും നാൾ നിന്നവരെ എല്ലാം അപമാനിച്ച് അവരെയെല്ലാം കളിയാക്കി പരിഹസിച്ച് എല്ലാം കാണിച്ച് കൂട്ടുന്ന വെറും ഒരലമ്പനായി അങ്ങനെയല്ലേ അവരെയൊക്കെ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്രയോ വർഷം എന്തെല്ലാം തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിച്ച ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പാർട്ടി മാറണ്ടേ? പോയി കൊടിയിട്ട് പതാക സ്വീകരിച്ച് അതിലേക്കങ്ങ് അലിഞ്ഞു ചേർന്നാൽ ഞങ്ങൾക്കൊക്കെ എത്രയോ വലിയ പദവികൾ കിട്ടും. അതെന്താ കാര്യം? കാര്യം വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ സിനിമയിൽ, മോഹൻലാലിൻ്റെ സിനിമയിൽ ലൂസിഫറിൽ പറഞ്ഞ ഡയലോഗാണ്. തന്ത വേറെയാണ്. നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ല. നമ്മളൊക്കെ സഹിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടി വന്നാൽ അതിൻ്റെ ത്യാഗം കൂടി അറിയത്തക്കവണ്ണം നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകും. എന്നാൽ പോലും ചാടിപ്പിടിക്കാനും തേടിപ്പിടിക്കാനും വാരിപ്പിടിക്കാനുമായി ഓടി നടന്ന് ഇപ്പോൾ ഏതവസ്ഥയിലെത്തി? ഈ പറഞ്ഞ പേരുകളിൽ ഒട്ടുമിക്ക ആളുകളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ MLA-മാരായേനെ. അത്ര ട്രെൻഡല്ലേ കയറി വന്നത്? എവിടെ മത്സരിച്ചാലും ഇവരൊക്കെ ജയിച്ചേനെ. ഇവർക്കൊക്കെ MLA-മാരായി വരാമായിരുന്നു. പിന്നെ ഇവർ നല്ലവരാണ്, ആ മണ്ഡലം നർച്ചർ ചെയ്താൽ ഇവരുടെ കയ്യിൽ തന്നെ ഇരുന്നേനെ. എത്ര കൊല്ലം? 5 or 6 തവണ വേണമെങ്കിൽ ഇരിക്കും. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് നിരാശ തോന്നിയാൽ ഉടനെ പെട്ടിയും തൂക്കിയെടുത്ത് ഓരോ സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറി ഒന്നും കൊയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഏതായാലും അതൊക്കെയും കൂടി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓർത്തുപോയി.